ഞാൻ ഇനി മക്ക മസ്ജിദിനോട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡ് ഹൈദരാബാദിലെ മക്ക മസ്ജിദ്. ഇതാണ് ചാർമിനാർ. ഈ ചാർമിനാറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് മക്ക മസ്ജിദ്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ജുമാ. സമയം 12:25 അയക്കുന്നത്. ഇവിടെ നല്ല കച്ചവടക്കാരൊക്കെ നല്ല സജീവമാണ്. രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല വെയിലുണ്ട്. പക്ഷെ വെയിലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നല്ല തണുത്തൊരു കാലാവസ്ഥയാണ്. അപ്പൊ ഇനി ഈ പള്ളിയുടെ അകത്തേക്ക് പോകണം. അപ്പൊ എൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, ഞാനിവിടെ ഒരു കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. അപ്പൊ ഇതിന്റെ അകത്ത് സാധാരണ എല്ലാവർക്കും പ്രവേശനമുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് ഇവിടെ ബോർഡ് വെച്ചിട്ടുള്ളത്, വിസിറ്റേഴ്സ് നോട്ട് അലൗഡ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ബോഡിയൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിന്റെ അകത്തേക്ക് കണ്ട് പോവാം. മൊബൈലും കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്തേക്ക് വെക്കാം. അപ്പൊ അതിനകത്തേക്ക് കയറിയിരിക്കുന്ന സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഒളു ഉണ്ടാക്കുന്ന സ്ഥലം. ഇപ്പൊ ബാങ്ക് കൊടുക്കുന്ന സമയമായിട്ടുണ്ട്. ഇവിടെ ഖബർസ്ഥാനാണ്. കുറെ ഖബറുകളുണ്ട്, ചെറിയ ചെറിയ ഖബർ. അങ്ങനെ നീളത്തിൽ ഈ പള്ളീന്റെ സ്റ്റാർട്ടിങ് മുതൽ അറ്റം വരെ അങ്ങനെ ഖബറുകളുണ്ട്. ഇന്ന് ജുമാ ആയതുകൊണ്ടാണ് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും. ഞാൻ മുമ്പ് ഇവിടെ വന്ന സമയത്ത് വെള്ളിയാഴ്ച അല്ലേന്ന്, അന്ന് വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലേന്ന്. ഇവിടെ പുറത്ത് നമ്മളെ നാട്ടിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു തുണി പോലത്തെ ഒരു സംഭവം ഉണ്ട്, ഒരു നല്ല കട്ടിയുള്ള, അതാണ് വിരിച്ചിട്ടുള്ളത്. കാർപ്പറ്റ് അല്ല. ഈ ഒരു ഇതാണ് മിനാര. നല്ല കാലാവസ്ഥയാണ്, നല്ല തെളിഞ്ഞ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പർ കാലാവസ്ഥയാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോയിട്ടിരിക്കണം. ജുമാ തുടങ്ങാനായിട്ടില്ല, ജുമാ തുടങ്ങാൻ കുറച്ചുകൂടി സമയമുണ്ട്. ഇപ്പൊ എല്ലാവരും വിശ്വാസികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ലോങ് കാഴ്ചയാണ്. ഇതിന്റെ മുറ്റാണ്, മുറ്റത്താണ് ഇതൊക്കെ വിരിച്ചില്ല, കാരണം പള്ളിയിൽ ഒതുങ്ങൂല. കണ്ടില്ലേ? ഇനിയിപ്പോ ഇതിന്റെ അകത്തേക്ക് കണ്ടിട്ട് കയറാണ്. ഇതാണ് പള്ളീന്റെ അകത്ത്. നമുക്ക് സംസാരമൊന്നും പറ്റില്ല. അവിടെ ഈ ബൾബുകളൊക്കെ നല്ലോണം പൊതിഞ്ഞ് വെച്ച് ഉഷാറാക്കിയിട്ടുണ്ട്. കാർപ്പറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ആളുകൾ വന്നിട്ടുള്ളൂ. ഫ്രണ്ടിലെ ആ ഒരു ലൈൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് അതിന്റെ ഒരു ലോങ് വ്യൂ. ഉണ്ടല്ലേ? ഫുള്ള് അതിന്റെ ടോപ്പൊക്കെ നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ജുമാക്ക് ജുമാന്റെ സമയത്തിന് കുറച്ചും കൂടി സമയം ബാക്കിയുണ്ട്. മിമ്പറിന്റെ മുകളിൽ ഇമാമ് കയറാനുള്ള സമയം. അത് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് ഇതിന്റെ പുറത്തേക്ക് പോകണം. അങ്ങനെ നമസ്കാരം കഴിഞ്ഞിരിക്കുന്നു. ഇനി വിശ്വാസികളൊക്കെ സുന്നത്ത് നമസ്കരിച്ചിട്ടാണ്ട് പുറത്തു പോകും. എനിക്കും പുറത്ത് കിടക്കണം. ഇമാമിനെ കാണാൻ പറ്റിയിട്ടില്ല. പണ്ട് ഞാൻ കാശ്മീർ പോയ സമയത്ത് ഇത് കഴിഞ്ഞിട്ട് ജുമാ കഴിഞ്ഞിട്ട് ഇമാമായിട്ട് സംസാരിച്ചിരുന്നു. പക്ഷെ ഇതിനുള്ളൊരു ഗ്യാപ്പില്ല, കാരണം അത്രയും കുറച്ച് ബാക്കിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഉൾഭാഗം. അങ്ങനെ വന്നിട്ട്
ഈ സൈഡാണ് ഇതിന്റെ ബാക്ക് ഭാഗം. അതിലാണ് ആളുകൾ പോവുക. ഇതിങ്ങനെ വന്ന് ഇതാണ് ഇതിന്റെ ഭാഗം, ഞാൻ നിൽക്കുന്ന ഭാഗം. ഇനി പുറത്തേക്ക് കിടക്കണം. ഇതാണ് പുറത്തേക്ക് കിടക്കുന്ന ഭാഗം. ഇനിയിപ്പോൾ ഞാൻ നേരെ പുറത്തേക്ക്, ഇവിടെയൊക്കെ ഫുള്ളാണ് ജനങ്ങൾ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ മടക്കി വെക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം മടക്കി വെക്കാതിരുന്ന പ്രശ്നമാണ്, മഴ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കേടുവരും. അതാണ് ചാർമിനാർ ആ കാണുന്നത്. ഇവിടുന്ന് സ്വല്പമുള്ളും അങ്ങോട്ടേക്കുള്ളത്. ഹൈദരാബാദിൽ തന്നെ ഏറ്റവും വലിയ പള്ളിയാണിത്. ഇത് രാജ്യത്തെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ്. ഇതൊക്കെ മടക്കി വെക്കുന്നുണ്ട്. അപ്പൊ ഇതില് 10,000 ആരാധകരെ ഉൾക്കൊള്ളാനുള്ള സൗകര്യമുണ്ട്. 17-ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. 1694 AD മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബാണ് ഇത് പൂർത്തിയാക്കിയത്. ഇവിടുത്തെ പിരിവും കാര്യങ്ങളൊക്കെ കണ്ടില്ല. പള്ളീന്റെ പുറത്തേക്ക് അതിന്റെ ഒരു നോട്ടീസ്, അതിന്റെ ഒരു ബാനറാണിത്. ആ ബാനർ ഇങ്ങനെ അരിച്ചിട്ട് അതിലാണ് കാശൊക്കെ ഇടുക. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇതാണ് പള്ളീന്റെ ഒരു ഫുൾ വ്യൂ. ഇവിടെ നിന്നിട്ട് സ്റ്റെപ്പ് കയറിയിട്ടാണ് അങ്ങോട്ടേക്ക് നമ്മൾ പോവുക. ഇതിപ്പോ ഇനി പുറത്തേക്കുള്ള വഴി. ഇവിടെയുണ്ട് പിരിവുകാരൊക്കെ, വേറെ സ്റ്റൈലാണ് ഇവിടുത്തെ പിരിവ്. ഇനി ഇവിടുന്ന് അങ്ങനെ നേരെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ്. പിന്നെ സന്ദർശകർക്കുള്ള പ്രവേശനമില്ല. ഇത് കഴിഞ്ഞാൽ ഇനി സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടാവും. അപ്പൊ ഞാൻ ഇനി ഇതിന്റെ പുറത്തേക്ക് കിടക്കാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.